നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മണവാള, സന്തോഷമായില്ലേ? പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ മനസ്സില്, അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാനും നിത്യ ഈ വീട്ടിൽ നിന്ന് താമസം മാറും. എങ്ങോട്ട്? അയ്യോ, എന്ത് മണ്ടത്തര ശരത്തുമനെ പറയുന്നേ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയല്ലേ താമസിക്കേണ്ടത്? വിരോധമൊന്നും തോന്നരുത്. ഈ വീട് ദേവിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. എനിക്ക് അവകാശമില്ലാത്തൊരു സ്ഥലത്ത് എന്റെ ഭാര്യയോടൊപ്പം താമസിക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ. നിങ്ങൾ എങ്ങോട്ട് പോവും? തൽക്കാലം ഒരു വാടക വീട് എടുക്കണം, പിന്നെ പുതിയ വീട് പണി, എന്നിട്ട് അങ്ങോട്ട് മാറും. അയ്യോ, അത് വേണോ മോനെ? നീ ഇവിടെ തന്നെ താമസിക്കുന്നത് എനിക്കിഷ്ടം. അതെ അതെ, വീട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്നാലും വേണ്ടമ്മേ, എന്റെ മനസാക്ഷി അതിനെ അനുവദിക്കുന്നില്ല. ശരത്തുമോൻ പറയുന്നത് ശരിയാ പാർവതി. ആത്മാഭിമാനമുള്ള ഒരു ആൺകുട്ടിയും മറ്റുള്ളവരെ വീട്ടിൽ താമസിക്കില്ല. പാർവതി, എന്താ ഇതിനൊരു പരിഹാരം? ഈ വീടും സ്ഥലവും ശരത്തിന്റെ പേരിൽ എഴുതി കൊടുക്കാം. അതങ്ങനെ പറ്റും? ആധാരം ബാങ്കിലിരിക്കുമല്ലേ, ലോണില്. ഒരു ചിട്ടി വട്ടം എത്തിയിരുന്നു. അവിടുന്ന് കിട്ടിയ കാശുകൊണ്ട് ഞാൻ കടം തീർത്തു, ആധാരം എടുപ്പിച്ചു. അല്ല, അപ്പോ അച്ഛനിങ്ങനെ കിടക്കുമ്പോ അച്ഛന്റെ പേരിലാണല്ലോ സ്ഥലം വീടും. നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാവും. പക്ഷേ എന്റെ പേരിൽ വേണ്ട കേട്ടോ, നിത്യയുടെ പേരിൽ മതി. ഞാൻ വാങ്ങുന്നത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. അവളുടെ പേരിൽ എഴുതാൻ മടിയുണ്ടായിട്ടല്ല, ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാളാ അവള്. നാളൊരാവശ്യം പറഞ്ഞ് മനോഹരേട്ടനോ ദേവികയോ ചെന്നാ ആധാരം എടുത്ത് കൊടുത്തു കളയും. ആണോ? എന്നാ വേണ്ട. ഇച്ചിരി നാണക്കേട് സഹിച്ചാലും വേണ്ടില്ല, എന്റെ പേരിൽ തന്നെ മതി. ഞാനാവുമ്പോ ഈ വീട് സ്ഥലം ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാമേ. ഉടമസ്ഥൻ ഇങ്ങനെ കിടക്കുമ്പോ രജിസ്ട്രേഷൻ നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. കണ്ടോടി, ഇതാണ് തറവാടിത്തം. നല്ല അന്തസ്സുള്ള ഒരുത്തനെ തന്നെയാ മനോഹരേട്ടാ നമുക്ക് മരുമകനായിട്ട് കിട്ടിയത്. മറ്റൊരാളുടെ പേരിലുള്ള ഈ വീട്ടിൽ താമസിക്കാൻ അവന് നാണക്കേടാത്രേ. ആലോചിച്ചപ്പോ അതിൽ ശരിയുണ്ടെന്ന് എനിക്കും തോന്നി. അപ്പൊ തന്നെ അതിനുള്ള പരിഹാരം ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ വീടും സ്ഥലവും അവന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാ ഞാൻ. മനോഹരേട്ടന്റെ പേരിലല്ലേ ഇപ്പൊ ഇതിരിക്കുന്നത്. മനോഹരേട്ടൻ ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് ഭാര്യയായ ഞാൻ ആ അവകാശം ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നു. മനോഹരേട്ടന് അതിൽ എതിർപ്പുണ്ടായാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് അത് ചെയ്യാനാ എന്റെ തീരുമാനം. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കെ, എല്ലാം നമ്മുടെ മോളുടെ നന്മയ്ക്കാണെന്ന് വിചാരിക്കെ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കാണണമെന്നായിരുന്നു എന്റെ എക്കാലത്തെ ആഗ്രഹം. അതിപ്പോ നടന്നു. നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യങ്ങളുടെ ഫലമാ നമുക്ക് ഇങ്ങനൊരു പയ്യനെ കിട്ടാൻ കാരണം. എല്ലാം ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ മോള് സുമംഗലിയാവും, ദീർഘ സുമംഗലി.